നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 750 750. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 750. 21 സർഗത്തിലെ 21 ശ്ലോകത്തിൽ അവസാനത്തെ 2 വരിയും 22-ലെ 2 വരിയാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അത് ശീലിക്കേണം അതിനാദ്യം ആസനം പ്രാണരോധവും മടിക്കാതെ അഭ്യസിക്കേണം തീവ്രവൈരാഗ്യ ചിന്തയാൽ. ഈശ്വരനെ അനുഭൂതി മണ്ഡലത്തിൽ അനുഭവിക്കാറാവണമെങ്കിൽ ശീലിക്കേണം അതിനാദ്യം ആസനം പ്രാണരോധവും പ്രാണനെ വശീകരിക്കുക. എങ്ങനെ? മന്ത്രം ചൊല്ലിയിട്ടല്ല, പ്രാണായാമം ചെയ്ത് മനഃശുദ്ധി വരുത്തുക. ഹൃദയഗ്രന്ഥിയിൽ മാലിന്യങ്ങൾ നശിക്കാനാണത്. പിന്നെ ആസനം, പത്മാസനം അല്ലെങ്കിൽ വീരാസനം, സുഖാസനം എന്ന് മതി. സുഖാസനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരീരത്തിന് വേദന ഇല്ലാതെ കണ്ടിരിക്കുന്നത്. അതെ. പിന്നെയോ, മടിക്കാതെ അഭ്യസിക്കണം തീവ്രവൈരാഗ്യ ചിന്തയാൽ. വൈരാഗ്യം സ്വയം ആർജിച്ചത് മറ്റുള്ളവരുടെ പ്രേരണയില്ലാതെ അവർക്ക് സൗജന്യമായി കൊടുക്കാൻ, ഷെയർ ചെയ്യാൻ സാധിക്കുക. അതാണ് ഈ തീവ്ര വൈരാഗ്യത്തിന് കാരണം. എന്നാൽ കൊടുത്താൽ നമ്മൾ ഒന്നുമില്ല, നമ്മൾ നിരാധാരനാണ്. എന്നാൽ ഈശ്വരൻ ആരാധനയാണേനും ഈശ്വരാരാധനയിൽ നമ്മൾ നിരാധാരനാണ്, ഈശ്വരൻ ആരാധ്യനാണെന്നും മനസ്സിലാക്കണം. എല്ലാറ്റിനും കാരണം ഈശ്വരനാണ്. അപ്പോൾ ആ ഈശ്വരനെ മുറുകെ പിടിക്കുക. ഇനി വിക്ഷേപം അകലും വീണ്ടും വീണ്ടും സാധന ചെയ്യുകിൽ. ഈ വിക്ഷേപം, ആവരണം എന്നുള്ള 2 വാക്കുകളാണ് മായേനെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ വിക്ഷേപം അകലും വീണ്ടും വീണ്ടും സാധന ചെയ്യുകിൽ. ബിഹേവിയർ മേക്സ് എക്സ്പീരിയൻസ്, അല്ലേ? എക്സ്പീരിയൻസ് മേക്ക് ബിഹേവിയർ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരേ കാര്യം നിരന്തരമായി ചെയ്താൽ അത് ജീവിതത്തിൽ ഒരു താളം ഉണ്ടാക്കും. അതാണ് പറഞ്ഞത്. അപ്പോൾ പറയണു, രാഗത്താൽ അങ്ങുമിങ്ങോടും മനസ്സിനു വിരാഗമാം. ഈ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ എന്താ കാരണം? രാഗത്താൽ. അനുരാഗം ഭഗവാനോടായിരിക്കണം, ലൗകികത്തിലായിരിക്കരുത്. കർമ്മം കൊണ്ട് നേടാവുന്നതാണ് ലൗകികത്തിൽ എല്ലാം. സമ്പത്താണല്ലോ ഏറ്റവും ആൾക്കാർക്ക് ആവശ്യം. അത് എത്രത്തോളം കുറച്ച് കിട്ടണോ അത്രത്തോളം സ്വഭാവം നന്നാവുന്ന പുരാണങ്ങൾ പറയാം. അതറിയണമെന്നുണ്ടെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം. രാഗത്താൽ അങ്ങുമിങ്ങോടും മനസ്സിന് വിരാഗമാം. മരുന്നെന്നോർത്തും അതിമാൻ നിർത്താതിതു നിരന്തരം. ഈ വിരാഗം എന്ന് പറഞ്ഞാൽ അർത്ഥം രാഗമില്ലായ്മ എന്നാണ്, അല്ലേ? രാഗമില്ലായ്മ. കാരണം ആ ഒരു യൂസേജ് എല്ലാവർക്കും മനസ്സിലാവില്ല. ഇല്ലായ്മ. അപ്പോൾ മരുന്നെന്നോർത്തു അതിമാൻ നിർത്താതിതു നിരന്തരം അഭ്യസിക്കുകിൽ വിക്ഷേപം ഉളവാകാതെയായി വരും. അതായത് ഇളക്കമുണ്ടോ? മനസ്സിന് ഇളക്കമുണ്ടാവരുത്.
ചഞ്ചലിപ്പുണ്ടാവാത്ത അവസ്ഥ വരണമെന്നാണ്. അപ്പോൾ അഭ്യസിക്കുകിൽ വിക്ഷേപം ഉളവാകാതെയായി വരും. ആ മട്ട ഈശ്വരനിൽ ചെറ്റുന്നതിനു പിടികിട്ടുകിൽ. ഈശ്വരനിൽ പിടികിട്ടുക, ഈശ്വരനെ പിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞതാ. ഈശ്വരൻ നമ്മുടെ ഈശ്വരൻ്റെ എന്താ ആ വാക്ക് പറയാൻ ഏറാൻ പാടില്ല. വിനയാന്വിതനായിട്ട് ഈശ്വരനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നേ, അതാണ് പിടികിട്ടുക. ക്രമത്തിലതു തന്നെത്താൽ കറയൊട്ടാകെ നീക്കിടും. ക്രമത്തിൽ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് തന്നെത്താൻ കറയൊട്ടാകെ നീക്കിടും. സ്റ്റെയിൻസ് എന്ന് പറയുന്നത് കറകളില്ലാത്ത അന്തരീക്ഷം. മനസ്സിന് കറ പറ്റരുത്. ശരീരത്തിൽ കറ പറ്റിയാലും മുറിവ് പറ്റിയാലും കുഴപ്പമില്ല. ആത്മചിന്താഗതിക്ക് ക്ഷതം വരരുത്. ക്രമത്തിൽ അതു തന്നെ താൻ കറയൊട്ടാകെ നീക്കിടും. രജസ്തമസ്സുകളകന്നുയരും. രജസ്സും തമസ്സും ഉയരണം, അല്ല, രജസ്സും തമസ്സുകളും കളന്നുയരും. സത്വവൃദ്ധിയാൽ രജോ ഗുണത്തിനെയും തമോ ഗുണത്തിനെയും ജയിക്കാൻ പറ്റും. ഇപ്പം നമ്മളെന്താ ചെയ്യണത്? രജസ്സിനും തമസ്സിനും അധീനന്മാരായിട്ടിരിക്കുമ്പോൾ സാത്വിക വൃത്തി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രജസ്തമസ്സുകൾ ഉയരും സത്വവൃദ്ധിയാൽ. വിക്ഷേപവും ലയവും ആവിധം തീരെ അകന്നുടൻ. ലയം ഒന്ന് തന്നെ ലയിക്കരുത്. ഭക്തിയിൽ ലയിക്കാം, ഭൗതികത്തിൽ ലയിക്കാതെ കണ്ടിരിക്കാം. വിക്ഷേപം, ഞാൻ പറഞ്ഞില്ലേ, വിക്ഷേപവും ആവരണവും മായയുടെ രണ്ട് ദോഷങ്ങളാണത്. അത് മാറിക്കിട്ടും. വിറകറ്റുള്ളതേ പോലെ വിഷയജ്വാല സർവവും. വിറകില്ലെങ്കിൽ പിന്നെ തീജ്വാല നിൽക്കില്ല. അപ്പോൾ വിറകറ്റുള്ളതേ പോലെ വിഷയജ്വാല സർവവും അകന്ന ഉള്ളം തെളിഞ്ഞ് ആത്മസ്വരൂപം പൂണ്ടുമിന്നിടും. സാധിക്കില്ല എന്ന് പറയരുത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ശ്രദ്ധിക്കുക. അനവരതം ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അകന്ന ഉള്ളം തെളിഞ്ഞ് ആത്മസ്വരൂപം പൂണ്ടുമിന്നിടും. ആ മട്ട ആത്മാവിൽ മുഴുകാൻ മഹാഭാഗ്യമിയെന്നവൻ. ആരേനെയാണ് മഹാഭാഗ്യവാൻ എന്ന് പറഞ്ഞത്? മഹാഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ഈശ്വരീയത അനുഭവിക്കുക, അതന്നെ. എന്തിലും ഏതിലും ഈശ്വരീയത അനുഭവിച്ചാൽ അവനാണ് ഭാഗ്യവാൻ. അപ്പോൾ എന്തായി? അകന്ന ഉള്ളം തെളിഞ്ഞ് ആത്മസ്വരൂപം പൂണ്ടുമിന്നിടും. ആ മട്ട ആത്മാവിൽ മുഴുകാൻ മഹാഭാഗ്യം എന്നവൻ. അകവും പുറവും കാൺമീല അഖണ്ഡത്തിൽ വിളങ്ങുവോൻ. അകവും പുറവും കാൺമീല എന്ന് പറഞ്ഞെന്താ? എല്ലായിടത്തും ഭഗവാനുണ്ട്. അകത്തും പുറത്തും മാത്രമല്ല, സർവത്ര ചൈതന്യവത്തായിട്ട് ഭഗവാനുണ്ട്. അകവും പുറവും കാൺമീല അഖണ്ഡത്തിൽ വിളങ്ങുവോൻ. ഇക്ഷുകാരനൊരുത്തൻ പണ്ട് അമ്പിന്നു മുനകൂട്ടവേ. ഇഷു എന്നുള്ളൂ. ഇഷുകാരൻ ഒരുത്തൻ പണ്ട് അമ്പിന്നു മുനകൂട്ടവേ. വരച്ചിട്ടാണ് പണ്ടുള്ളവർ അസ്ത്രത്തിന് മൂശ കൂട്ടിയിരുന്നത്. വാദ്യഘോഷത്തോടും വന്ന വഴിയിൽ കൂടി മന്നവൻ. ആ 18 ഗുരുക്കന്മാരിൽ ഒരാളാണ് ഈ കൊല്ലൻ. അയേൺ സ്മിത്ത് എന്ന് പറയും. അതെന്താ കാരണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഒരു ദിവസം കൊല്ലനെ രാജധാനിയിലേക്ക് വിളിപ്പിച്ചു. രാജാവ് പറഞ്ഞു, നാളെ കാലത്ത് വൈകുന്നേരത്ത് ആവുമ്പോഴേക്കും 50 വടിവാർന്ന നല്ല അസ്ത്രങ്ങൾ ഉണ്ടാക്കി തരണം, ഇല്ലെങ്കിൽ തല വെട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധു എന്ത് ചെയ്തു? പിറ്റേ ദിവസം കുളിച്ചു തൊഴുത് തൻ്റെ ആലയിൽ ഇരുന്ന് ആലയൊക്കെ കൂട്ടി ഒരു തുകിലിൻ്റെ ഒരു സഞ്ചിയുണ്ട്. അതുകൊണ്ടിങ്ങനെ കൈകൊണ്ടിങ്ങനെ അടിക്കുമ്പോഴാണ് അതിലെ കാറ്റ് കയറിയിട്ട് അതിങ്ങനെ മോട്ടോർ വെച്ച കൂടുതൽ കത്തും. അപ്പോൾ ഭാര്യയും കുട്ടികളെയൊക്കെ ഏർപ്പാട് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് രാജാവ് എന്ത് ചെയ്തു? ഈ ആലയുടെ മുമ്പിൽ തുറസായിട്ട് വലിയൊരു റോഡുണ്ട്.
അതുകൂടെ എല്ലാവിധ ചതുരംഗപ്പട, ആന, തേര്, ഒട്ടകം, കാല വാദ്യങ്ങളോടുകൂടി ചിലവർ മാജിക് കാണിക്കണു, ചിലവർ വടി വീശണു, ചിലവർ തീപന്തം കത്തിച്ച് ഇന്ദ്രജാലം മഹേന്ദ്രജാലമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ശ്രദ്ധ ഒരിക്കലും രാജാവിൻ്റെ പ്രൊസഷനിലേക്ക് പോയില്ല. കാരണം ഈ 50 അസ്ത്രം തെറ്റില്ലാണ്ട് കേടുപാടില്ലാതെ കൊണ്ട് നേരാക്കി കൊടുക്കലാണ് ഇവൻ്റെ ഉദ്ദേശം. ഇല്ലെങ്കിൽ എന്തു പറ്റും? തലയുണ്ടാവില്ല തന്നെ. അപ്പോൾ തൻ്റെ കർമ്മത്തിൽ നിരതനാവണം. കർമ്മനിരതൻ, കർമ്മത്തിൽ എന്താണെന്ന് പറയുക, ആത്യന്തികമായ ശ്രദ്ധയോടുകൂടി ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് അത് മുഴുമിപ്പിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. വാദ്യഘോഷത്തോടും വന്ന വഴിയിൽ കൂടി മന്നവൻ പോയതേതും അറിഞ്ഞില്ലാന്ന് ഒന്നിലുറയ്ക്കയാൽ. അപ്പം നാം അപ്പപ്പോൾ ചെയ്യുന്നൊരു കാര്യത്തിൽ മനസ്സുറച്ചിട്ടില്ലെങ്കിൽ, ഇപ്പം ഞാൻ പാരായണം ചെയ്യണു അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യണു, അതിലെൻ്റെ മനസ്സുറയ്ക്കണം. എന്നാൽ നിങ്ങൾക്ക് കേൾക്കാൻ കൗതുകമുള്ളതായിട്ട് വരും, ഇല്ലെങ്കിലോ താല്പര്യം ഉണ്ടായിട്ട് വരില്ല. അപ്പം ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിലും മനസ്സുറയ്ക്കണം. എവിടെ ഉറയ്ക്കണം? ഈശ്വരനിൽ ഉറയ്ക്കണം. അത് ക്ഷേത്രത്തിൽ പോവാതെ കണ്ട ആയാണെങ്കിലും സദാസമയം എൻ്റെ മനസ്സ് ക്ഷേത്രജ്ഞനിൽ ആണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത് ശരം രാഗീടും അവന് ഏകാഗ്രത പഠിച്ചു ഞാൻ. അവനിൽ നിന്നാണ് ഞാൻ ഏകാഗ്രതയെ പറ്റി പഠിച്ചത്. അത്തരം ഭഗവത് ധ്യാനം ശീലിക്കണം നൃപാത്മജ. അങ്ങനെയുള്ള സശ്രദ്ധം ഉള്ള ഈശ്വരാരാധന ഫലം ചെയ്യുള്ളൂ. മറ്റേത് 1.5 ലക്ഷം രൂപയ്ക്ക് ആർഭാടമായിട്ട് വാദ്യവും ഒക്കെ പാടുകൂടി പുഷ്പാലങ്കാരും ഒക്കെ ആയിട്ട് ചുറ്റുവിളക്ക് കഴിച്ചുകൊണ്ടായില്ല. മനസ്സിൽ ഭഗവാനെ കുടിയിരുത്തുക എന്ന് പറഞ്ഞാൽ ചടങ്ങോട് കൂടിയിട്ടല്ല, ഒരു ചടങ്ങുമില്ലാതെ കൊണ്ട് തന്നെ സശ്രദ്ധം ഭഗവാന്റെ രൂപത്തെ അനുസന്ധാനം ചെയ്യാം. അതാണ് വേണ്ടത്. നടക്കും ഒറ്റയ്ക്ക് ഇന്നേടം വാഴുക എന്നില്ലൊരുത്തനും. എവിടെ താമസിക്കണം? അല്ലെങ്കിൽ സംഘം പാടില്ല. സംഘമില്ലാതെ കണ്ട് എവിടെ സൗകര്യം കിട്ടിയത് അവിടെ താമസിക്കുക, സംഘമില്ലാണ്ട് നടക്കുക. ഗതി കണ്ടോർക്ക് വയ്യൊന്നും ഏകനും മിതഭാഷിയും, മതി കണ്ടോർക്ക് വയ്യ ഒന്നും ഏകനും മിതഭാഷിയും. ഇതാർക്കേ സാധിക്കുള്ളൂ? മിതഭാഷി, ആവശ്യത്തിന് സംസാരിക്കാൻ പഠിക്കുക, ഏകനായിരിക്കുക, എവിടെ വേണമെങ്കിലും പോയിട്ട് വരാം. ഗുഹാശയനുമാം യോഗി, ഗുഹാശയൻ, തനിക്ക് വീട് വേണ്ട, ഏതെങ്കിലും ഗുഫയിൽ കിടന്നുറങ്ങാം. ഗുഹാശയനുമാം യോഗി സർപ്പങ്ങൾ അഴലെന്നിയേ. എന്നാൽ പാമ്പും ചേരി ഉണ്ടാവുന്ന പേടിയുണ്ടാവില്ല. അവരുടെ പാട്ടിന് പോവും, ഇദ്ദേഹത്തിൻ്റെ പാട്ടിന് ഇരുന്നാൽ മതി. അപ്പോൾ അങ്ങിങ്ങും മാളങ്ങളിലോ പുറ്റിലോ മാഴും മാവിധം. അതായത് എലി ഉണ്ടാക്കിയിട്ടുള്ള പുറ്റിലാണ് പാമ്പുകൾ താമസിക്കുക. അല്ലാണ്ട് പാമ്പുകൾ പുറ്റ് നിർമ്മിക്കണില്ല. അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ള പുറ്റുകളിൽ അവർ വസിക്കും. അപ്പോൾ ഗുഹാശയനുമാം യോഗി സർപ്പങ്ങൾ അടലൻ നീ, അങ്ങിങ്ങും മാളങ്ങളിലോ പുറ്റിലോ വാഴും മാവിധം നല്ലോർ നിർമ്മിച്ചിടം ചെന്ന് ഭക്തി സാധന ചെയ്തിടും. ഈ ക്ഷേത്രത്തിൽ പോയിട്ട് മൂകമായിട്ടിരിക്കുക, ഒന്നിലും ശ്രദ്ധ പോരുത്. തൻ്റെ ഉള്ളിൽ ധ്യാനം ഭഗവാനെ, ജഗദീശ്വരന് നിരാകാരത്തിൽ അല്ലെങ്കിൽ തേജോപുഞ്ചായിട്ട്, അല്ലെങ്കിൽ വെള്ളത്തിൽ, വായുവിൽ, അഗ്നിയിൽ ഒക്കെ ആവാം. അതാണ് പറഞ്ഞത്. അങ്ങിങ്ങുമാളങ്ങളിലോ പുറ്റിലോ വാഴുമാവിധം നല്ലോർ നിർമ്മിച്ചിടം ചെന്ന് ഭക്തി സാധന ചെയ്തിടും. പിന്നെ പറയണു,
നല്ലോർ നിർമ്മിച്ചിടം ചെന്ന് ഭക്തി സാധന ചെയ്തിടും. വിയർത്തുകൊണ്ടു സന്ധ്യയ്ക്കും സ്വർണം വിൽക്കുന്ന വൃദ്ധരാം ആശകൾ കതിരില്ലെന്നു പഠിപ്പിച്ചതു പാർത്ഥിവാം. അതായത് അതിനിടയ്ക്ക് 2 വരിയുണ്ട്. അത് ലെജിബിൾ അല്ല, എന്താ പറയുക, പ്രിൻ്റ് പോയിട്ടുണ്ടോ, എന്നാലും ഞാൻ ശ്രദ്ധിച്ചു നോക്കാം. അതെ, ദേഹം നശിപ്പോർക്ക് വെറും പണി. എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു ജോലി എനിക്ക് താല്പര്യമില്ലാണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ എനിക്കത് ഭാരമായിട്ട് തോന്നും. അതാണ് പറഞ്ഞത്, ദേഹം നശിപ്പോർക്കു വെറും പണി, വിയർത്തുകൊണ്ടു സന്ധ്യയ്ക്കും സ്വർണം വിൽക്കുന്ന വൃദ്ധരാം. വൈകുന്നേരമായിട്ടും സ്വർണം വിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ചിലവാത്ത സാധനങ്ങൾ, അങ്ങനെ പറയാം. ആശകൾക്കതിരിൽ നിന്നു പഠിപ്പിച്ചതു പാർത്ഥിവ. വൃദ്ധനായി ഈശ്വരോപാസന ചെയ്തൊരു സ്ഥലത്ത് ഇരിക്കുന്നതിന് പകരം സ്വർണം വിൽക്കുകയാണ്. ആശകൾക്ക് അതിരിൽ നിന്നു പഠിപ്പിച്ചതു പാർത്ഥിവ. രാജാവേ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പഠിക്കണ്ടായി. മിക്ക പേരും പുറം കണ്ടാം കൽപ്പിപ്പതാരിലും. ഓരോരുത്തരെയും മനുഷ്യർ വില വയ്ക്കുന്നത് അവരുടെ പുറംപോടി കണ്ടിട്ടാണ്. പുറം മോടി അങ്ങനെ ആവരുത്. ഒരാളോട് സംസാരിച്ച് നോക്കുക, എത്ര ഗഹനമായിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിക്ക് അറിയും. അതിനനുസരിച്ചിട്ട് വേണം ആൾക്കാരെ മനസ്സിലാക്കാൻ. ഇപ്പം അങ്ങനെയല്ല, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണവർ, നല്ല സെൻറ്റൊക്കെ പൂശിയിട്ടുള്ളവർ കേമന്മാരാണെന്നാണ് വിചാരം. സെൻറ്റ് പൂശണത് തന്നെ തന്നിലുള്ള നാറ്റം മറ്റുള്ളവർ അനുഭവിക്കാതെ ഇരിക്കാനാണല്ലോ. അപ്പോൾ പറഞ്ഞു, ആശകൾക്കതിരില്ലെന്നു പഠിപ്പിച്ചതു പാർത്ഥിവ. മിക്ക പേരും പുറം കണ്ടാം മൂല്യം കൽപ്പിപ്പതാരിലും. അതോർത്തിടയ്ക്കു ഞാൻ കീറി സഞ്ചി ഏന്തി നടന്നിടും. കീറിയ സഞ്ചിയിൽ എന്തുണ്ടെന്ന് ആരും നോക്കില്ല. നല്ല ടിപ്പ് ടോപ്പായിട്ടുള്ള സഞ്ചിയാണെങ്കിലോ അടിച്ചു മാറ്റണം, ഒന്നില്ലെങ്കിൽ ആ സഞ്ചിയെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രപഞ്ച സൃഷ്ടി എമ്മട്ടിൽ ഈശ്വരൻ ചെയ്വതെന്നു ഞാൻ 8 കാലിയിൽ നിന്നാണ് പഠിച്ചതു നൃപാത്മജാം. പരീക്ഷത്ത് മഹാരാജാവേ, അങ്ങ് സശ്രദ്ധം കേട്ടാലും ഞാൻ പ്രപഞ്ച സൃഷ്ടി എമ്മട്ടിൽ ഈശ്വരൻ ചെയ്വതെന്നു ഞാൻ 8 കാലിയിൽ നിന്നാണ് പഠിച്ചത് നൃപാത്മജ. 8 കാലി തൻ്റെ വായിൽ കൂടി ഒഴുകി വരുന്നൊരു ദ്രാവകത്തിനെയാണ് കമ്പികളുടെ കൂട്ടത്തിൽ നൂറ്റ് വലയുണ്ടാക്കി അതിൽ ചെറുപ്രാണികൾ വന്നിരുന്നാൽ അതിനെ അശിക്കുക, അതിനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 8 കാലി എൻ്റെ ഒരു ഗുരുവാണ് എന്ന് പറഞ്ഞാൽ അതിനെ വല വിരിക്കാൻ പുറമേ നിന്ന് സഹായം വേണ്ട. എത്ര ചെറിയ 8 കാലിയാണെങ്കിലും ശരി, അതിന് ചെയ്യാം. ജന്മാന്തര ലഭേ പുണ്യം, അത് ജന്മാന്തരത്തിൽ ലഭിച്ച കാര്യമാണത്. അപ്പോൾ ഈ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തി ശീലിക്കുക, അതാണ് സംസ്കാരം എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഏകനായി തന്നെ വിലസും സാക്ഷാൽ നാരായണൻ പരൻ. ഏകനായി തന്നെ, ഒറ്റയ്ക്ക് ഏകനായി തന്നെ വിലസും സാക്ഷാൽ നാരായണൻ പരൻ. ബ്രഹ്മരുദ്രാദി സർവർക്കും പ്രാപ്യനാം അഖിലേശ്വരൻ. അപ്പോൾ ഈ ജഗദീശ്വരൻ നാരായണൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ബ്രഹ്മരുദ്രാദി സർവർക്കും പ്രാപ്യനാം അഖിലേശ്വരൻ. ഒറ്റയ്ക്കു തന്നെ മറ്റൊന്നിൽ തുണ വേണ്ടാതെ മിന്നുവോൻ. ഒറ്റയ്ക്കു തന്നെ മറ്റൊന്നിൽ തുണ വേണ്ടാതെ മിന്നുവോൻ. സത്വാദിത്രി ഗുണങ്ങൾക്ക് സാമ്യാവസ്ഥയണയ്ക്കവേ. സത്വാദി ത്രിഗുണങ്ങൾ
സാത്വികം, രാജസം, താമസം. അതാണ് സത്വാദികൾ എന്ന് പറയാൻ കാരണം. സത്വാദി ത്രിഗുണങ്ങൾക്ക് സാമ്യാവസ്ഥയണയ്ക്കവേ തന്മായ കൊണ്ടു നിർമ്മിച്ച ഭുവനം കാലശക്തിയാൽ സംഹരിച്ചേകനായി തന്നെ വാണു കൽപ്പാന്തവേളയിൽ. കൽപ്പാന്തം, ഓരോ ചതുരകങ്ങൾ, ഇത്ര ചതുരകങ്ങൾ കഴിയുമ്പോൾ ഒരു കൽപ്പം, അതിൻ്റെ അന്ത്യം, അങ്ങനെ പറയണത്. തന്മായ കൊണ്ടു നിർമ്മിച്ച ഭുവനകാലശക്തിയാൽ സംഹരിച്ചേകനായി തന്നെ വാണു കൽപ്പാന്തവേളയിൽ. വിശ്വപാലനവും മറ്റും ചെയ്യാണ്ടാത്ത മഹാപ്രഭു. എല്ലാ കാര്യവും ഓരോരുത്തരെ ദിക്പാലകന്മാരെ ഭഗവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയമില്ല. എങ്ങനെ ഇപ്പം അതൊക്കെ ചെയ്യുക? അവർ വേണ്ട മാതിരി ചെയ്യും. അപ്പോൾ വിശ്വപാലനവും മറ്റും ചെയ്യേണ്ടാത്ത മഹാപ്രഭു വിളങ്ങിയെന്നാൾ തന്നെത്താൻ ഉറങ്ങുന്നതുമാതിരി. വിളങ്ങി അന്നാൾ, ഒരു ദിവസം അങ്ങനെ ഇരിക്കുന്നൊരു ദിവസത്തെ ഭഗവാൻ വിളങ്ങി തന്നെത്താൻ ഉറങ്ങുന്ന മാതിരി. ഉറക്കണ്ടെന്ന് തോന്നും കാണുന്നവർക്ക്. അത് സത്യത്തിൽ എന്ത് ഉറക്കാണ്? ഗാഢമായിട്ടുള്ളൊരു ചിന്താപദ്ധതിയാണ് ഭഗവാന്റെ. ഭഗവാനും ഏതോ ഒരു അദൃശ്യ ശക്തിയെ സ്ഥിരമായിട്ട് ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, വിശ്വപാലനവും മറ്റും ചെയ്യേണ്ടാത്ത മഹാപ്രഭു വിളങ്ങിയെന്നാൽ തന്നെത്താൻ ഉറങ്ങുന്ന മാതിരി. എന്നാൽ ഉറങ്ങുകയാണോ? അല്ല. അതിനാണ് യോഗ നിദ്ര എന്ന് പറയും. ഭഗവാൻ എക്സിസ്റ്റ് ചെയ്യാതെ കൊണ്ട് ശക്തിവിശേഷമായിട്ടാണ് അനുഭവപ്പെടുത്തുക. സംക്ഷോഭിപ്പിച്ചു സൃഷ്ടിച്ചു മഹത്താം തത്വമാദിയിൽ. ആദിയിൽ തത്വത്തെ എങ്ങനെ വിന്യസിച്ചു? സംക്ഷോഭിപ്പിച്ച് സൃഷ്ടിച്ചു മഹത്താം തത്വമാദിയിൽ. മഹത്തത്വാക്യം ഈ സൂത്രം ക്രിയാശക്തി പ്രധാനമാം. ക്രിയകൾ ചെയ്യാനുള്ള സൂക്ഷ്മമായ അറിവുണ്ടാവണം. അല്ലെങ്കിൽ സാധനങ്ങൾ കേടുവരുത്തും. പായസം വയ്ക്കാന്ന് പറഞ്ഞാൽ പായസം കരിക്കലല്ല. പായസം എന്താണെന്നാ പറയുക, നിശ്ചിതമായൊരളവിൽ തീ കത്തിച്ച് പാത്രത്തിൽ സാധനങ്ങൾ തിളയ്ക്കണം. എന്നാൽ തിള കൂടാനും പാടില്ല, തിള കുറയാനും പാടില്ല. അപ്പോൾ പറഞ്ഞു, സംക്ഷോഭിപ്പിച്ചു സൃഷ്ടിച്ചു മഹത്താം തത്വമാദിയിൽ. മഹത്തത്വാക്യം ഈ സൂത്രം ക്രിയാശക്തി പ്രധാനമാം. ത്രിഗുണാത്മകമാം വിശ്വം കോർത്തിണക്കുക കാരണം. ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ത്രിഗുണാത്മകമാം വിശ്വം. ഈ പ്രകൃതിയുടെ സ്വഭാവമാണ് തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം. അതിനെ കോർത്തിണക്കുക കാരണം സൂത്രമെന്നു വെളിപ്പെട്ട സമഷ്ടി പ്രാണവസ്തുവിൽ. സമഷ്ടി പ്രാണവസ്തു, അതായത് ഈ ലോകത്തിൽ എത്ര കോടി ജീവികളുണ്ട്, അവർക്കൊക്കെ വേണ്ട പ്രാണൻ ഈ ഭൂമണ്ഡലത്തിലുണ്ട്. ഇന്നൊരാൾ 10 ആൾ ജനിച്ചിട്ടുണ്ട്, എന്നാൽ അതിവർക്കുള്ള കോട്ട എവിടെയെന്ന് ചോദിക്കേണ്ട, റേഷൻ വാങ്ങണ മാതിരി. അപ്പോൾ ഇൻ പ്ലെൻറ്റി എന്നാ പറയുക, ഇൻ പ്ലെൻറ്റി, ധാരാളം ഉണ്ട്. അപ്പോൾ സൂത്രമെന്നു വിളിക്കപ്പെട്ട സമഷ്ട പ്രാണവസ്തുവാൽ ജീവൻ പ്രകാശിക്കുകയാം. ദേവമർത്യാതിരൂപനായി, ദേവനായിട്ടും മർത്യനായിട്ടും ദേവമർത്യാതിരൂപനായി ജീവൻ പ്രകാശിക്കുകയാം. പ്രകാശത്തെ തരുന്നുണ്ട്. നമ്മൾക്ക് പ്രകാശം തോന്നാതെ കണ്ടിരിക്കാൻ കാരണം നമ്മൾക്ക് ആത്മവിദ്യയുടെ എന്താ പറയുക, കീർത്തി, ശ്രേഷ്ഠത മനസ്സിലായിട്ടില്ല. അപ്പോൾ ജീവൻ പ്രകാശിക്കുകയാം ദേവമർത്യാതിരൂപനായി. സംസാരകാരണം സൂത്രം മഹത്വത്വം നൃപോത്തമ. സംസാരകാരണം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ സൂത്രം മഹത്തത്വം നൃപോത്തമം. സൃഷ്ടിപ്പതോർത്തു പേടിക്കായ അരീതം അങ്ങ് അരിന്തമനല്ലയോ. അരിം ശത്രുക്കളില്ലാത്തവനല്ലേ അങ്ങ്. ശത്രുക്കൾ ഇല്ലാത്തവർക്ക് എന്തിനാ ഭയം? പറഞ്ഞു മനസ്സിലായോ? ശത്രുക്കളുള്ളവർക്ക് ഭയം തോന്നും. ഇവിടെ അരിന്തമ എന്നാണ്.
ശത്രുക്കളില്ലായ്മ ചെയ്യുന്നവനാ ഭഗവാൻ. സൃഷ്ടിപ്പതോർത്തു പേടിക്കായിക അങ്ങ് അരിന്തമനല്ലയോ അകത്തു നിന്നിട്ടുകാലി നൂലെടുത്തു കളിച്ചുടൻ. അകത്ത് നിന്ന് തൻ്റെ ഉള്ളിൽ നിന്ന് വ്യാപിപ്പിച്ചെടുത്ത് വലയുണ്ടാക്കിയിട്ടുള്ള എട്ടുകാലി ആ വലേനെ ഉള്ളിലേക്ക് തന്നെ ആക്കിയിട്ട് ആണ് വേറൊരു വഴിക്ക് പോണത്. അതായത് എന്തുകൊണ്ടാണ് എട്ടുകാലി വല ഉണ്ടാക്കിയിട്ടുള്ളത്? തൻ്റെ അകത്തുള്ള ഒരു ഒരു തുപ്പല് മാതിരി ഒരു സാധനം എന്ന് പറയാം. അതാണ് പറഞ്ഞത്. അകത്തു നിന്നെട്ടുകാലി നൂലെടുത്തു കളിച്ചുടൻ ഉള്ളോട്ടുതാൻ വലിച്ചിടും ഈ മട്ടിൽ ഈശ്വരലീലയാം. ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത്? ഇതൊരു ഈശ്വരൻ്റെ ലീലയാണ്. ഈ എട്ടുകാലിയെ കൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യിക്കുക. സ്നേഹാദിഹേതുവാലുള്ള ഏതേതിലെങ്കലുറയ്ക്കുമോ സ്നേഹാദിഹേതുവാലുള്ളം ഏതേതിങ്കലുറയ്ക്കുമോ. സ്നേഹം കൊണ്ട് ഒരു സാധനം സ്വന്തമാക്കണമെന്ന് വിചാരിക്കുക. എന്നിട്ടോ അതാതുരൂപമാർന്നീടും അത്തരം ഭാവശക്തിയാൽ നമ്മൾ എന്തൊന്ന് സങ്കല്പിക്കണോ അതായി തീരും. അപ്പോൾ ഒരു ആർട്ടിസാൻ, ഒരു സ്കിൽഡ് ലേബർ മണ്ണ് കുഴച്ച് പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ അയാളുടെ ഉള്ളിലൊരു ധാരണ വേണം. ഈ മണ്ണ് എത്ര മണ്ണ് ഇതിന് വേണ്ടി വരും. ആ മണ്ണിനെ നന്നായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് വേണം അത് അർഹിക്കുന്ന രീതിയിലുള്ള രൂപങ്ങൾ നമ്മൾ കൊടുത്ത് അതിനെ ചുട്ടുപൊഴിപ്പിക്കണം. എന്നാലാണ് ആ കലം അല്ലെങ്കിൽ കുടം വസ്തു ഈടിറ്റതായിട്ടുള്ളൂ. അപ്പോൾ അതാത് രൂപമാർന്നീടും അത്തരം ഭാവശക്തിയാൽ. അപ്പം അതിന് മുമ്പ് പറഞ്ഞു ഉള്ളോട്ടു താൻ വലിച്ചിടും ഈ മട്ട ഈശ്വരലീലയും സ്നേഹാദിഹേതുവാലുള്ളം ഏതേതു സ്നേഹാദിഹേതുവാലുള്ളത് ഏതേതിങ്കൽ ഉറയ്ക്കുമോ അതാതു രൂപമാർന്നീടും അത്തരം ഭാവശക്തിയാൽ. പേടിച്ച വേട്ടാളിയനെ. വേട്ടാളൻ പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ആദ്യം ഈ വേട്ടാളനും ചിറകില്ലാത്തൊരു പുഴുവായിരുന്നു. അതിനെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അതിൻ്റെ 4 വെറും മണ്ണ് കൂട്ടി അതിലൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് ഈ വെട്ടാളൻ ഈ ജീവിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കും. ആ വേട്ടാളൻ്റെ ഊത്ത് കണ്ട് സംരംഭിച്ചിട്ടുള്ള ആ പുഴു വേട്ടാളനായി തീരും. അതാണ് പേടിച്ച വേട്ടാളിയനെ തന്നെ ഓർക്കുക കാരണം അതേ രൂപമണഞ്ഞിടും ദേഹം മാറാതെ താൻ പുഴു. പേടിച്ച വേട്ടാളിയനെ തന്നെ ഓർക്കുക കാരണം അതേ രൂപമണഞ്ഞിടും ദേഹം മാറാതെ താൻ പുഴു. അതുപോൽ ഈശ്വരധ്യാനം ശീലിക്കും ധന്യമാനുഷൻ. നല്ലവരെന്ത് ചെയ്യും? അതുപോൽ ഈശ്വരധ്യാനം ശീലിക്കും ധന്യമാനുഷൻ. ഭഗവത് രൂപമാർ നേടുന്നതിൽ എന്തത്ഭുതം നൃപാം. അതായത് ഈ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്നതാണ് ഒരു പ്രമാണം. അപ്പോൾ ആര് വന്നാലും വിചാരിച്ചവനാണോ തോന്നുന്ന പോലെ റെഗുലർ എക്സസൈസ് ചെയ്താൽ ആ വസ്തു അതായിട്ട് തോന്നും. ഏത് വസ്തുവാണ് നമ്മുടെ മനസ്സിലുള്ളത് ആ വസ്തുവായി തീരും നമ്മൾ. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 50-ാമത്തെ ശ്ലോകം. ഗുരുസ്ഥാനത്ത് ഈ ഞാൻ അഴകിൽ ഇതുമട്ടിൽ പലരെയും വരിച്ചിടാറുണ്ടെന്നറിയുക മഹാഭാഗ്യജലധേ. ആരോടാ പറഞ്ഞത്? പരീക്ഷിത് മഹാരാജോട് പറയണേ. ഗുരുസ്ഥാനത്ത് ഈ ഞാൻ അഴകിലിതുമട്ടിൽ പലരെയും വരിച്ചിടാറുണ്ടെന്നറിയുക മഹാഭാഗ്യജലധേ.
പഠിക്കേണ്ടുന്നവർക്ക് ഈ ഉലകൊരു കലാശാല. ഇതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഈ പ്രപഞ്ചം ഒരു യൂണിവേഴ്സിറ്റിയാണ്. പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാണ്ട എന്ന് വിചാരിച്ചാൽ പഠിക്കും വേണ്ട. പഠിക്കേണ്ടുന്നവർക്ക് ഈ ഉലകൊരു കലാശാല, വരദൻ തുറന്നേ വെച്ചിട്ടുള്ളത് വെറുതെയോ കേൾക്കുക ഇനിയും. അതായത് ഇങ്ങനൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ പഠിക്കേണ്ടുന്നോർക്കിൽ ഈ ഉലകൊരു കലാശാല, വരദൻ തുറന്നേ വെച്ചിട്ടുള്ളത് വെറുതെയോ കേൾക്കൊനിയും. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ഉപാസന കാണ്ഡേ ഏകവിംശ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും സദാസമയത്തും എത്തട്ടെ എന്നും, ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.